ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീൻസും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഒരു സൂപ്പർ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക്. കടുക് ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അല്പം കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 10-12 ബീൻസ് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മെഴുക്ക് പുരട്ടിക്ക് രുചി കൂട്ടാനായിട്ട് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ബീൻസ് കട്ട് ചെയ്തതുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള, ഇത് രണ്ടും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോളയും ഒരല്പ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആവട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒരല്പം കൂടി ഒന്ന് ഇരിക്കണം കേട്ടോ. ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗി മസാലയാണ്. മാഗി മസാലയുടെ ഒരു ക്യൂബാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ ഉപ്പ് ചേർക്കുന്നില്ല. ഈ മാഗി മസാലയിൽ നല്ലതുപോലെ ഉപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ചേർക്കുമെന്ന് പറഞ്ഞില്ലേ, അതിതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ക്യൂബ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു മെഴുക്ക് പുരട്ടി മാത്രം ധാരാളമാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം, ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ആവശ്യം വരില്ല. ഞാൻ രണ്ടാമത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ തന്നെ നന്നായിട്ട് ഉപ്പുണ്ടായിരുന്നു. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. ഇങ്ങനെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും വിട്ടു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നന്നായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആകുന്നതല്ല, പൗഡർ പോലെ അല്ലല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ പാനിൽ ഒന്ന് നോക്കാം, ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ് ഇവിടെ കറക്റ്റായിട്ട് വരും. ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം.
ഈ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു മെഴുക്ക് പുരട്ടി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അടപ്പൊന്ന് മാറ്റി നോക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് നമുക്ക് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിന് നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ അല്പം മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ കിടന്നിട്ട് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇത് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ഒന്നുകൂടി നടച്ച് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് നടച്ച് വെച്ച് കൊടുത്താൽ മതി. വീണ്ടും നമ്മൾ തുറന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരല്പ സമയം കൂടി ഇങ്ങനെയൊന്ന് നിൽക്കട്ടെ. അപ്പം ഏകദേശം നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.